ശരി, ഇപ്പോൾ വരുന്ന വാർത്തയിലേക്ക്. ഇറാഖിൽ US ടാങ്കർ വിമാനം തകർന്നു വീണ വിവരങ്ങളുണ്ടായിരുന്നു. അതിനിതായി 4 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടെന്ന് സ്ഥിരീകരിക്കുകയാണ്. ഫൈസൽ ഹംസയാണ് ചേരുന്നത്. ഫൈസൽ, ഈ ടാങ്കർ വിമാനം തകർന്നതിന്റെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു. പക്ഷേ ഇത് ആക്രമണമല്ല എന്നാണ് അമേരിക്ക അറിയിച്ചിരുന്നത്. പക്ഷേ 4 പേരുടെ മരണം ഇപ്പോൾ സ്ഥിരീകരിക്കുകയാണ്. വിശദാംശങ്ങൾ എന്താണ്? വിനിത, ഇന്നലെ രാത്രിയാണ് അമേരിക്കയുടെ സ്ട്രാറ്റോ ടാങ്കർ, അതായത് വിമാനങ്ങൾക്ക് ഇന്ധനം നൽകുന്ന ഒരു വിമാനമാണ് KC-135 എന്ന ഈ വിമാനം. ഇത്തരത്തിലുള്ള ഒരു വിമാനം തകർന്നു വീണതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതാണ് അമേരിക്കൻ സൈന്യം ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത്. ആ വിമാനത്തിൽ 6 സൈനികരാണ് ഉണ്ടായിരുന്നത്. അതിൽ 4 പേർ കൊല്ലപ്പെട്ടു എന്നാണ് അറിയിക്കുന്നത്. പക്ഷേ ഈ അപകടം ഒരു ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ആക്രമണം അല്ലെങ്കിൽ ഏതെങ്കിലും അമേരിക്കയുടെ സഖ്യ രാജ്യങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരു ആക്രമണ പ്രതിരോധത്തിന്റെ ഭാഗമായി അബദ്ധത്തിൽ സംഭവിച്ചതോ അല്ല എന്നുള്ളതാണ്. പക്ഷേ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ളത് അമേരിക്ക ഇതുവരെ കൃത്യമായി വ്യക്തമാക്കിയിട്ടില്ല. ഒരു സംഭവമുണ്ടായി, ഇത്തരത്തിലുള്ള 2 വിമാനത്തിൽ അപകടത്തിൽപ്പെട്ടു. അതിലൊരു വിമാനം കൃത്യമായി ലാൻഡ് ചെയ്യാൻ സാധിച്ചു, ഒരു വിമാനം തകർന്നു വീണു എന്നുള്ളതാണ് അമേരിക്ക അറിയിച്ചിരിക്കുന്നത്. എന്തായാലും 4 സൈനികർ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. ഇതിനോടകം തന്നെ ഈ യുദ്ധത്തിൽ അമേരിക്ക ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിക്കുന്നത് ഇപ്പോൾ 12 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. ഈ വിമാനം കൂടി തകർന്നു വീണതോടെ സുപ്രധാനമായ ഒരു വിമാനമാണ്. നേരത്തെ തന്നെ കുവൈത്തിൽ 3 അമേരിക്കൻ വിമാനങ്ങൾ F-15 വിമാനങ്ങൾ തകർന്നു വീണിരുന്നു. ഈ വിമാനം കൂടി ആയതോടെ 4 വിമാനങ്ങളാണ് ഇറാൻ യുദ്ധം തുടങ്ങിയതിനു ശേഷം ഇപ്പോൾ അമേരിക്കക്ക് നഷ്ടമായിരിക്കുന്നത്. വിനീത, ശരി, ഫൈസലാണ് വിശദാംശങ്ങൾ നൽകിയത്. ആക്രമണമല്ല എന്ന് പറയുമ്പോൾ പോലും ഇതെങ്ങനെയാണ് ഈ വിമാനം തകർന്നത് എന്നത് അതിന്റെ അന്വേഷണമൊക്കെ നടക്കുകയാണ്.